കാസർഗോഡ് ബേളൂരിൽ 135 കിലോ ചന്ദനമുട്ടി പിടികൂടി. സംഭവത്തിൽ 2 പേർ അറസ്റ്റിൽ. പിടിയിലായത് പുതങ്ങാനത്ത് പ്രസാദ്, ഷിബുരാജ് എന്നിവർ. ചന്ദനം കടത്താൻ ഉപയോഗിച്ച 2 കാറുകളും കസ്റ്റഡിയിലെടുത്തു. തൃശൂർ ആലപ്പനങ്ങാട് സാഹിബ് മല്ല കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ആദ്യ വീടിന്റെ താക്കോൽദാനം നടന്നു. പാണക്കാട് സയ്യിദ് നിയാസ് അലി ശിഹാബ് തങ്ങൾ വീടിന്റെ താക്കോൽദാനം നിർവഹിച്ചു. ഭിന്നശേഷി ദിനത്തിൽ വിവിധ മേഖലകളിൽ നൈപുണ്യം തെളിയിച്ച ഭിന്നശേഷിക്കാരനായ യൂനൂസ് കുഞ്ഞുമോനെ ആദരിച്ച് നാട്ടുകാർ. ഭിന്നശേഷിക്കാർക്ക് വേണ്ടിയുള്ള തൊഴിൽ പരിശീലനം, പാലിയേറ്റീവ് പ്രവർത്തനം തുടങ്ങി നിരവധി സാമൂഹ്യ സേവനങ്ങളിൽ സജീവമാണ് യൂനൂസ് കുഞ്ഞുമോൻ. തിരൂർ ബ്ലോക്ക് പഞ്ചായത്ത് മെമ്പർ TV റംഷീദ് ടീച്ചർ കുഞ്ഞിമോൻ ഉപഹാരം നൽകി. മലപ്പുറം ജൂനിയർ ചേംബർ ഇന്റർനാഷണൽ പുത്തനത്താണിയുടെ 20ാം വാർഷികത്തിന്റെ ഭാഗമായി കുടുംബാംഗങ്ങളുടെ സംഗമവും അവാർഡ് ദാനവും നടന്നു. കൽപ്പകഞ്ചേരി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് KP വഹീദ സംഗമം ഉദ്ഘാടനം ചെയ്തു. തൃശൂരിൽ അന്താരാഷ്ട്ര ഭിന്നശേഷി ദിനാചരണം ഉണർവ് 2024 സംഘടിപ്പിച്ചു. VKN ഇൻഡോർ സ്റ്റേഡിയത്തിൽ നടന്ന പരിപാടിയുടെ സംസ്ഥാനതല ഉദ്ഘാടനവും സംസ്ഥാന ഭിന്നശേഷി അവാർഡ് വിതരണവും മന്ത്രി ഡോക്ടർ R ബിന്ദു നിർവഹിച്ചു. തൃശൂരിൽ പെരിഞ്ഞനം ഗ്രാമപഞ്ചായത്ത് കേരളോത്സവം സമാപിച്ചു. ചക്കരപ്പാടം ജുബിലാൻഡ് ബ്രദേഴ്സ് ഓവറോൾ ചാമ്പ്യന്മാരായി. വോയിസ് ഓഫ് പൊന്നാനിക്കുടം 2ാം സ്ഥാനവും പെരിഞ്ഞനം വെസ്റ്റ് സഹൃദയ 3ാം സ്ഥാനവും നേടി. പെരിഞ്ഞനം ഗവൺമെന്റ് UP സ്കൂളിൽ നടന്ന സമാപന സമ്മേളനം ET ടൈസൺ MLA ഉദ്ഘാടനം ചെയ്തു.